നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. മാർക്ക് സക്കൻബർഗിന്റെ ഉടമസ്ഥതയിലുള്ള ഫേസ്ബുക്ക് ചരിത്രത്തിൽ ഇതുവരെയും ഒരു ഇന്റർനെറ്റ് കമ്പനിയും നടത്താത്ത തുക സമാഹരിക്കാൻ ഓഹരികൾ വിപണിയിലിറക്കുന്നു. $11.8 ബില്യൺ ആണ് കമ്പനി ഓഹരി വിപണനത്തിന് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ സൗഹൃദ കൂട്ടായ്മയായ ഫേസ്ബുക്കിന് പരസ്യങ്ങളിൽ നിന്നാണ് പൂർണ്ണമായും വരുമാനം ലഭിക്കുന്നത്. മെയ് അവസാനത്തോടെ ഓഹരികൾ വിപണിയിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 20-ൽ കൂടുതൽ വർഷങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന LED ബൾബുകൾ ജനറൽ ഇലക്ട്രിക് കമ്പനി പുറത്തിറക്കി. വളരെ കുറച്ച് മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ഇത്തരം ബൾബുകൾ 100 വാട്ടിന് തുല്യമായ സാധാരണ ബൾബിന്റെ വെളിച്ചം 13 വാട്ടിൽ തരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഈ വർഷാവസാനത്തോടെ ഇത്തരം ബൾബുകൾ വിപണിയിൽ വരുമെന്ന് കമ്പനി അറിയിക്കുന്നു. അമേരിക്കയിലെ പകുതിയിലധികം മൊബൈൽ ഉപഭോക്താക്കളും സ്മാർട്ട് ഫോണുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നീൽസൺ റിസർച്ച് ഫേമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 48% മൊബൈൽ ഉപഭോക്താക്കൾ ആൻഡ്രോയിഡിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ 32% ആളുകൾ ആപ്പിളിന്റെ iOS-ഉം 11.6% ആൾക്കാർ ബ്ലാക്ക്ബെറിയുമാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയിലെ പുതിയ സ്വകാര്യ ബഹിരാകാശ ഗവേഷണ നിർമ്മാണ കമ്പനിയായ ബ്ലൂ ഒറിജിൻ ബഹിരാകാശ വാഹനം തയ്യാറാക്കി വരുന്നു. Amazon.com വെബ് കമ്പനിയുടെ സഹായത്തോടെയാണ് ബ്ലൂ ഒറിജിൻ ബഹിരാകാശത്തേക്കും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കും ബഹിരാകാശ യാത്രക്കാരെ അയക്കുവാനുള്ള വാഹനം തയ്യാറാക്കി വരുന്നത്. ഈ വാഹനത്തിൽ 7 പേർക്ക് സഞ്ചരിക്കുവാൻ സൗകര്യമുണ്ടായിരിക്കും. വാഹന നിർമ്മാണത്തിനും പരീക്ഷണങ്ങൾക്കുമായി നാസ $22 മില്യൺ ഈ കമ്പനിക്ക് 2011-ൽ നൽകിയത്. നാസ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം നിർത്തിവെച്ചതിന് ശേഷം സ്വകാര്യ കമ്പനികൾക്ക് ബഹിരാകാശ പ്രവർത്തനങ്ങൾക്കായി ധനസഹായം നൽകി വരുന്നു. ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ബില്ലിംഗ് സർവീസ് എന്ന കമ്പനിയോട് $52 മില്യൺ പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടു. മൊബൈൽ ഫോൺ കമ്പനികളുടെ ഫോൺ ബില്ലുകൾ കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനി അനധികൃതമായി കസ്റ്റമേഴ്സിൽ നിന്നും 2006 മുതൽ 2010 വരെ $170 മില്യൺ ശേഖരിച്ചു. വോയിസ് മെയിൽ, വീഡിയോ സ്ട്രീമിംഗ് എന്നീ സൗകര്യങ്ങൾ ഉപയോഗിച്ചതായി രേഖപ്പെടുത്തി 1.2 മില്യൺ ഉപഭോക്താക്കളിൽ നിന്ന് ഈ കമ്പനി അനധികൃതമായി തുക ഈടാക്കി. ഈ പണം ഉപഭോക്താക്കൾക്ക് തിരിച്ചു നൽകുവാൻ FTC കമ്പനിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാതെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഓടിക്കുന്ന കാറ് പൊതുനിരത്തിൽ ഇറക്കുവാൻ അനുമതി നൽകി. നവേഡ സംസ്ഥാനമാണ് ഗൂഗിൾ പ്രത്യേകമായി നിർമ്മിച്ച ടൊയോട്ട പ്രിയസ് കാറിന് അനുമതി നൽകിയിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിക്കുന്ന ഈ കാറിൽ നിയമമനുസരിച്ച് 2 ഡ്രൈവർമാർ എല്ലാ സമയവും ഉണ്ടായിരിക്കണം. അമേരിക്കയിൽ നവേഡ സംസ്ഥാനം മാത്രമാണ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഓടിക്കുന്ന കാറിന് പൊതുനിരത്തിൽ ഓടിക്കാൻ നിയമ അനുമതി നൽകിയ സംസ്ഥാനം. യാത്രക്കാർക്ക് നൽകേണ്ട സേവനങ്ങളിൽ അപാകത വരുത്തിയതിന് എയർ ഇന്ത്യക്ക് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ $80,000 പിഴ ചുമത്തി. ഡോട്ട് പാസാക്കിയ പുതിയ നിയമമനുസരിച്ച് വിമാനം വൈകുന്നതും അതുപോലെ ഉപഭോക്താക്കൾക്കായുള്ള സേവനങ്ങളും ഓപ്ഷണൽ ഫീസുകളും വിമാന കമ്പനിയുടെ വെബ്സൈറ്റിൽ അറിയിക്കേണ്ടതാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ നിയമം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഡോട്ട് ഒരു വിമാന കമ്പനിക്ക് ഉപഭോക്താക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിഴ ചുമത്തുന്നത്. പെൻസിൽവേനിയ ഇന്ത്യൻ അമേരിക്കൻ നഴ്സസ് ഓർഗനൈസേഷന്റെ വാർഷിക ആഘോഷങ്ങൾ സെയിന്റ് തോമസ് സീറോ മലബാർ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ഫിലോഡൽഫിയ പോലീസ് കമ്മീഷണർ ചാൾസി റാംസി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി ലൈല ഇലൈല എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. ഇന്ത്യൻ നഴ്സുമാരുടെ വേതനത്തിനും ആവശ്യങ്ങൾക്കും നേതൃത്വം നൽകിയ ഉഷ കൃഷ്ണകുമാറിന് പ്രശംസാ ഫലകം നൽകി ആദരിക്കുകയുണ്ടായി. The program starts with the Chandamam and procession. Today to join us in celebrating Nurses Day 2012. Welcome. It's a pleasure to be here with you to celebrate National Nurses Day. To celebrate Nurses Day, appreciate all that you do and the difference that you make every single day. I am very honored as the president of Piano to stand in front of all these great men and women as we celebrating the National Nurses Week of 2012. I would first of all like to salute all the nurses all over the world on this day for their service to mankind. Beloved nurses of our community and friends and families who have gathered here today, to congratulate and appreciate your service to the community and people, especially
in Pennsylvania. Nurses keep us healthy throughout our lives, and many times as our life is moving on. And the only syllabus which got the highest raving review is the oncology nursing syllabus by the faculty from Johns Hopkins and California State University. First of all, I want to wish you all a very happy Nurses Day to all the nurses who are present here. On behalf of Federation of Malayali Associations of Americas, FOMA, the umbrella association of 51 Malayali associations all over the country, I wish you all the best. As the husband of a nurse, I see firsthand the love and compassion that each and every nurse brings to their patients' lives. First, I want to thank you and congratulate and salute all the nurses, those who do the great services in the hospital through the community. In this special day, I should call the nurses as the living angels for others. My duty is to give thanks to all of you who came here and made this. ന്യൂയോർക്കിലെ പ്രശസ്ത ബെന്റ്ലി ലിമോസിൻ കമ്പനിയുടെ എംഡിയായ സാം കൊന്നമൂട്ടിലിന് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഡോക്ടർ റഹ്മാൻ ഖാൻ വിരുന്നു നൽകി ആദരിക്കുകയുണ്ടായി. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്ന പാർലമെന്റ് അംഗങ്ങൾക്ക് നൽകി വരുന്ന സേവനത്തെ മാനിച്ചാണ് വിരുന്നും സ്വീകരണവും നൽകിയത്. ഡെപ്യൂട്ടി സ്പീക്കറുടെ ഓഫീസിൽ വെച്ചായിരുന്നു ശ്രീ സാമിന് വിരുന്നു നൽകിയത്. സാംസ്കാരിക സംഘടനയായ നാമിന്റെ വിഷു ആഘോഷങ്ങൾ ന്യൂജേഴ്സി ക്രോസ് റോഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. പ്രസിഡന്റ് മാധവൻ നായരുടെ നേതൃത്വത്തിലുള്ള വിഷു ആഘോഷ കമ്മിറ്റിയാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഈ അവസരത്തിൽ വിവിധ നൃത്ത സംഗീത സ്കൂളുകൾ കലാപരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. It's typical that we start the new year with a celebration, and typically for little kids we give them a little gift in the morning called Vishukai Nita.
നമസ്കാരം. എന്റെ പേരിലും നാമത്തിന്റെ പേരിലും വിഷു ആശംസകൾ. മലയാള വർഷം തുടങ്ങുന്നത് ചിങ്ങം 1-നാണെങ്കിലും പുതുവർഷത്തിന്റെ പൊലിമയും സൗന്ദര്യവും അനുഭവിക്കുന്നത് വിഷു ദിനത്തിലാണ്. കുംഭമീന മാസങ്ങളിലത്തെ കൊയ്ത്ത് കഴിഞ്ഞ് കർഷകരുടെ അറയും അകവും നിറയുന്ന സമയം. കുംഭമഴയിൽ കുപ്പയും പൊന്നാകുന്ന അപൂർവതയിൽ അടിമുടി തങ്കത്താലി ചാർത്തി നിൽക്കുന്ന കുന്നമരങ്ങൾ, വിഷുവിന്റെ വരവ് അറിയിച്ചുകൊണ്ട് പാട്ടുപാടി വരുന്ന വിഷു പക്ഷികൾ, കൈനീട്ടത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ബാല്യ കൗമാരങ്ങൾ, വിഷു കൈനീട്ടം കൊടുക്കാൻ നാണയങ്ങൾ ശേഖരിക്കുന്ന മുതിർന്നവർ, കണ്ണുകളെ പുളകൾ ചാർത്തുന്ന പൂത്തിരികൾ, അങ്ങനെ നിരവധി മനോഹരമായ കാഴ്ചകളാണ് വിഷുവിനെ ആനയിക്കുന്നത്. ഇന്ത്യൻ നഴ്സുമാരുടെ ദേശീയ സംഘടനയായ നാഷണൽ നഴ്സസ് ഓഫ് ഇന്ത്യൻ നഴ്സസ് ഇൻ അമേരിക്കയുടെ ഒക്ടോബറിൽ നടക്കുന്ന ദേശീയ കൺവെൻഷനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സുവനീറുകളിലേക്ക് രചനകളും അവതരണങ്ങളും ക്ഷണിക്കുന്നു. പോസ്റ്റർ, പോഡിയം അവതരണങ്ങൾ, ഗവേഷണ വിദ്യാർത്ഥികളിൽ നിന്നുള്ള പ്രപ്പോസലുകൾ എന്നിവ സ്വീകരിക്കുന്നതാണെന്ന് പ്രസിഡന്റ് ഡോക്ടർ സോളിമോൾ കുരുവിള അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് nainausa.com സന്ദർശിക്കുക. ന്യൂജേഴ്സി യൂണിയൻ സ്കൂളിൽ നിന്നും 2012 വാലിഡിക്ടോറിയനായി ആൽവിൻ മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈസ്കൂൾ ഓണർ സൊസൈറ്റി അംഗമായ ആൽവിൻ ബാബുവിന്റെയും എൽസമ്മയുടെയും മകനാണ്. ആൽവിനെ മലങ്കര സിറിയൻ ഓർത്തഡോക്സ് മെത്രോപൊലീത്ത യെൽദോ മാർത്തീത്തോസ് അനുമോദിക്കുകയുണ്ടായി. USA വീക്ക്ലി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.